ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിമ്മി. അപ്പോൾ എൻ്റെ പുതിയ ചാനലായ നിമ്മീസ് കുക്ക് ബുക്കിൽ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ ഒരു അപ്പം റെസിപ്പിയാണ്. അത് സാധാരണ നമ്മുടെ വെള്ളയപ്പം അല്ല കേട്ടോ, ഇത് റാഗി വെച്ചിട്ടുള്ള ഒരു അപ്പമാണ്. വെള്ളയപ്പത്തിന്റെ ഒക്കെ അതേ രൂപത്തില്, പക്ഷെ റാഗിയാണെന്ന് മാത്രമേ ഉള്ളൂ. റാഗിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ അല്ലെ, ഒരുപാട് നല്ല കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ എല്ലുകൾക്കും പല്ലുകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റാഗി. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോ റാഗി നമുക്ക് ഇങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിച്ചാൽ കൊടുത്താല് കുട്ടികൾ വരെ കഴിച്ചോളൂ. അതിന്റെ ഒപ്പം മുട്ടക്കറിയോ അല്ലെങ്കിൽ സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് മതി. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി അപ്പമാണ്. അപ്പൊ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിമ്മീസ് കുക്ക് ബുക്ക്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം ഈ റാഗി അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അതിന് ആദ്യം തന്നെ നിങ്ങളൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് റാഗി പൊടി വേണം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള റാഗി പൊടിയാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് 1.5 ഗ്ലാസ് റാഗിപ്പൊടി എടുത്ത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ടു. എന്നിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് അവൽ. നിങ്ങൾക്ക് വെള്ള അവലോ ബ്രൗൺ അവലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ ഓൾറെഡി റാഗി കളറാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കളർ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ബ്രൗൺ റൈസ് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ വേണ്ടി ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ചെറിയൊരു മധുരം നല്ല ടേസ്റ്റും അല്ലേ അപ്പത്തിന്, നമ്മൾ സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ടല്ലോ. പിന്നെ നമുക്കിത് ഒരു പിടി തേങ്ങ മതി. നമ്മളിതിപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ഇതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വളരെ കുറച്ച് അളവിലാണ് നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസും എല്ലാം കുറച്ച് ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇതൊരു 1/4 to 1/2 ടീസ്പൂണാണ് വേണ്ടത്. അപ്പം നമ്മൾ എന്നിട്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. സാധാരണ വെള്ളം, പച്ചവെള്ളം ഒന്നുമല്ല കേട്ടോ, ചൂടുവെള്ളം ചൂടുവെള്ളം ഒന്നുമല്ല, പച്ചവെള്ളമാണ്. അത് നമ്മൾ കുറച്ച് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെയൊക്കെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഭയങ്കര ലൂസും അല്ല തിക്കും അല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് നമ്മളുടെ ഈ മിക്സിന് ആവശ്യം. ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിത് അടച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ തുറന്നിട്ട് കഴിയുമ്പോൾ ഇതാണ് നമ്മളുടെ മിക്സിൻ്റെ അവസ്ഥ. നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം നമ്മളുടെ അവലും അതേപോലെ തന്നെ ഈ റാഗിപ്പൊടിയും ഒക്കെ നന്നായി വലിച്ചെടുത്ത് ഇതൊരു പട്ട പരുവത്തിലിരിക്കുകയാണിപ്പോൾ. നിങ്ങൾ ഡോണ്ട് വറി. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ഇരിക്കുന്നത് ആകെ ഒരു കട്ട പോലെ ഇല്ലേ. അപ്പോൾ ആ ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി പോകരുത് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച അതേ കൺസിസ്റ്റൻസി തന്നെ വേണം നമുക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ആക്കുക. അതാ ഇപ്പോൾ തന്നെ ഇതൊരു ശകലം ആ ഒരു തിക്നെസ് ഒക്കെ മാറിയില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചിട്ട് വരിക. ഇത് വളരെ പെട്ടെന്ന് അതിനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. 1 മിനിറ്റ് കൊണ്ടൊന്ന് അരച്ചാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്തിരിക്കുന്നതാണ് അവലൊക്കെ. അവലും ആ തേങ്ങയും മാത്രമേ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ പൊടിയാണല്ലോ. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ മിക്സ് നമുക്ക് മിക്സിയിൽ
നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ശരിക്കും ഇതിങ്ങനെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് ഒരു പണിയില്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള അപ്പമാണ് ഇത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ദിവസം രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു 7-8 മണിക്കൂർ നമുക്കിത് പുളിച്ചു വരാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണം. അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ചൂടും തണുപ്പും ഒക്കെ അനുസരിച്ച് ഇതിങ്ങനെ പൊങ്ങി വരുന്നതിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ചൂടുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ഒരു 4-5 മണിക്കൂർ മതിയാകും. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടു. നമ്മൾ അരയ്ക്കുമ്പോൾ ഉപ്പൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം ഇതിനകത്തോട്ട് ബാറ്ററിലേക്ക് ഉപ്പൊഴിച്ചു. അതിനുശേഷം നമ്മൾ സാധാരണ നമ്മളുടെ അപ്പച്ചട്ടിയിൽ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതാ ചുറ്റിച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഇനി നമുക്ക് നോക്കാം. ആഹാ, നോക്കിക്കേ, നമ്മുടെ അപ്പം നമ്മൾ സാധാരണ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നിറയെ ബബിൾസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ അപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണെന്നാണ്. അപ്പോൾ നമ്മളിതാ നല്ല സൂക്ഷിച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് ഞാനത് എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അപ്പം. നമുക്ക് നോക്കാം. വാവ്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് രണ്ടാമത്തെ അപ്പം. അപ്പം ഇതാണ് നമ്മളുടെ റാഗി അപ്പം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അടുത്ത ദിവസം തന്നെ മറക്കാണ്ട് റാഗി അപ്പം ഉണ്ടാക്കുക. നല്ല സ്റ്റൂവിൻ്റെ ഒപ്പമോ മുട്ടക്കറിയുടെ ഒപ്പമൊക്കെയോ കഴിക്കാൻ അടിപൊളിയാണ്. എന്നിട്ട് നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. അവരും കൂടെ ഉണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.